Hi, in this video we are going to discuss about representation of groups by matrices. All discrete and continuous groups can be represented by square matrices. For example, if we consider rotation of a circular disk about the symmetry axis, then this forms a continuous groups of order 1, and this can be represented by the matrix cos phi, sin phi, minus sin phi, cos phi, and we represented this element by r phi. സോ ഇത് നമുക്ക് ഒരു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. നമ്മൾ റൊട്ടേഷണൽ മെട്രിക്സ്. സോ ദാറ്റ് ഓപ്പറേഷൻ ഒരു സിമ്മട്രി ഓപ്പറേഷനാണ്. ബട്ട് ദാറ്റ് സിമ്മട്രി ഓപ്പറേഷൻസ് നമ്മളിവിടെ ഒരു മെട്രിക്സ് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, സോ ഒരു കണ്ടിന്യൂസ് മെട്രിക്സ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് എക്സാമ്പിളാണ് നമ്മളിവിടെ കണ്ടത്. നൗ വാട്ട് അബൌട്ട് എ ഡിസ്ക്രീറ്റ് ഗ്രൂപ്പ്. Let us consider the symmetry operations of a triangle. This triangle group can be represented by these matrix elements. So corresponding to the operation E, you have the first matrix element. A can be represented using this matrix element. Now B is 1 0 0 0 0 1 0 1 0, and this is the matrix corresponding to C, D and F. സോ ഒരു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഒരു ഗ്രൂപ്പിനെ മെട്രിക്സിൻ്റെ ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? ദാറ്റ് മീൻസ് സപ്പോസ് യു ഹാവ് എ മെട്രിക്സ്, യു ഹാവ് എ ഗ്രൂപ്പ് എലമെൻറ്റ് എ, then corresponding to A you have a matrix element U of A, and corresponding to a group element B, suppose you have a matrix element U of B. ദെൻ നമുക്ക് മെട്രിക്സ് യൂസ് ചെയ്ത് ഈ ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുക എന്നതിൻ്റെ മീനിങ് എ ഇൻറ്റു ബി എന്ന ഗ്രൂപ്പ് എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് യു വിൽ ഹാവ് എ മെട്രിക്സ് യു ഓഫ് എ ഇൻറ്റു യു ഓഫ് ബി. സോ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എ ബി എന്ന എലമെൻറ്റിൻ്റെ മെട്രിക്സ് എലമെൻറ്റ് യു ഓഫ് യു മെട്രിക്സും യു ബി മെട്രിക്സും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ we can say that this matrix there is ആ മെട്രിക്സ് കോമ്പിനേഷൻ നമുക്ക് ഈ ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യാമെന്ന് പറയാം. അതല്ലെങ്കിൽ വേറെ സിംപ്ലി പറഞ്ഞാൽ രണ്ട് ഗ്രൂപ്പിനും സെയിം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടാവും. അതായത് നമ്മളിവിടെ കണ്ട ഈ മെട്രിക്സ് എലമെൻറ്റ്സ്, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മെട്രിക്സ് എലമെൻറ്റ്സ്, ദീസ് മെട്രിക്സ് എലമെൻറ്റ്സ് നമ്മുടെ നേരത്തെ നമ്മൾ കണ്ട സിമ്മട്രി ഗ്രൂപ്പിൻ്റെ ട്രയാങ്കിളിൻ്റെ സിമ്മട്രീൻ്റെ ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഈ നമ്മൾ ഇങ്ങനെ കോളായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. EABCD എന്ന് എഴുതിയ EAB എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ എഴുതിയ ഗ്രൂപ്പില്ലേ, ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തന്നെ ഫോളോ ചെയ്യണം. രണ്ടും സെയിം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഫോം ചെയ്യുകയാണെങ്കിൽ രണ്ടും തമ്മിൽ ഒരു റെപ്രസെൻറ്റേഷൻ നമുക്കങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഒരു ഐസോമോർഫിക്സ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയുകയും ചെയ്യാം അങ്ങനെയാണെങ്കിൽ. ഓക്കെ, സോ ജസ്റ്റ് നമ്മളൊരു സിംഗിൾ എലമെൻറ്റ് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. സപ്പോസ് ഐ ആം ഡൂയിങ് എ ഇൻറ്റു ഡി. എ ഇൻറ്റു ഡി നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മളെ മെട്രിക്സ് എലമെൻറ്റ് എ ഇൻറ്റു മെട്രിക്സ് എലമെൻറ്റ് ഡി ചെയ്യണം. സോ എ ഇൻറ്റു ഡി, സോ എയും ഡി ഞാനിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. എ ഇൻറ്റു ഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? So you have first 0 into 0 0, then 0 plus 1. So നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് 1 കിട്ടും. then second this 0 into 0 1 into 0 0 into 0, so that is 0. then 0 into 0 0 1 into 0 0, so that will be equal to 0. now ഇവിടെ നിങ്ങൾക്ക് 0 0 0, so this will be 0. now next element നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ 0 ലഭിക്കും. നെക്സ്റ്റ് നിങ്ങൾക്ക് 1 ആയിരിക്കും. ദെൻ 0, സോ നെക്സ്റ്റ് വിൽ ബി 0, ദെൻ 1 0. നൗ വിച്ച് ഈസ് ദിസ് മെട്രിക്സ് എലമെൻറ്റ്? ഈ മെട്രിക്സ് എലമെൻറ്റ് നിങ്ങൾ നോക്കിയാൽ ബി ആണ്. ബി 1 0 0 0 0 1 0 1 0. സോ ദിസ് ഈസ് ഈക്വൽ ടു ബി. സോ ദിസ് ആൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത റിലേഷൻ ആയിരുന്നു. നമ്മൾ ഗ്രൂപ്പ് സിമ്മട്രി ഓഫ് ട്രയാങ്കിൾ നോക്കിയപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തതായിരുന്നു AD ഈസ് ഈക്വൽ ടു ബി.
സോ നമുക്ക് നേരത്തെ ഉള്ളതുപോലെ തന്നെ ഇവിടെ പിന്നെ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. എ ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു ബി. നിങ്ങൾ ഓരോ മെട്രിക്സ് കൊടുത്തിട്ട് എ ഇൻറ്റു സി, എ ഇൻറ്റു എഫ്, ബാക്കി കോമ്പിനേഷൻസ്, അതുപോലെ ബി ഇൻറ്റു എ, ബി ഇൻറ്റു സി, ബി ഇൻറ്റു ബി, ബി ഇൻറ്റു ഡി, ബാക്കി കോമ്പിനേഷൻസ് സി വെച്ചിട്ട് ഡി വെച്ചിട്ട് എല്ലാം ചെയ്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ദിസ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഈസ് സിമിലർ ടു സെയിം ആസ് ദി മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ് വി ഗോട്ട് ഇൻ ദി കേസ് ഓഫ് ദി ട്രയാങ്കിൾ സിമെട്രി ഗ്രൂപ്പ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഈ ഗ്രൂപ്പിന് എന്ത് ചെയ്യാം, ഒരു പിന്നെ മെട്രിക്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, നൗ ലെറ്റ് us consider the element A and do a similarity transformation or unitary transformation. So I have to multiply a matrix, pre-multiply by a matrix V and post-multiply by a matrix V inverse. ഇങ്ങനെയുള്ള ഓപ്പറേഷൻസിനാണ് നമ്മൾ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ഓർ യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. സോ ഐ എം കൺസിഡറിങ് എ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. നൗ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻസ് എടുക്കുന്ന ഞാൻ മെട്രിക്സ് ദിസ് മെട്രിക്സ് ആണ്. V is equal to 1/√3, 1/√3, 1/√3, 1/√6, minus 2/√3, 1/√6, 1/√2, 0, minus 1/√2. സോ നിങ്ങൾ ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. നോ ദാറ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നില്ല, ബിക്കോസ് ഒരു 3/3 മെട്രിക്സ് ആയതുകൊണ്ട് അത് നമ്മൾ ഇൻവേഴ്സ് കാണുമ്പോൾ ഒരു ലെങ്തി പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യാത്തത്. നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. നമ്മൾ വീഡിയോ ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് പ്രയാസം. സോ വി ഇൻവേഴ്സ് നിങ്ങൾ കാണുക, എന്നിട്ട് ആ മെട്രിക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ മെട്രിക്സ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ മെട്രിക്സ് വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് 3/3 മെട്രിക്സ് ഇങ്ങനെ വരും. ഇങ്ങനെ യു വിൽ ഹാവ് എ മെട്രിക്സ് ഫോർ വി, യു വിൽ ഹാവ് എ മെട്രിക്സ് ഫോർ എ, യു വിൽ ഹാവ് എ മെട്രിക്സ് ഫോർ വി ഇൻവേഴ്സ്. ദെൻ നിങ്ങളിത് മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഒന്നെങ്കിൽ വി ഇൻറ്റു എ മൾട്ടിപ്ലൈ ചെയ്യുക, അതിനോട് വി ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ വി ഇൻവേഴ്സും എയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ആ റിസൾട്ടിനോട് വി മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ട് രീതിയിൽ ചെയ്താലും ആൻസർ ശരിയാവും, ബിക്കോസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്, ബട്ട് ഇറ്റ് ഈസ് അസോസിയേറ്റീവ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്തേഡിൽ ചെയ്താൽ യു വിൽ ഗെറ്റ് ദി റിസൾട്ട് ആസ് വി എ വി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 0 0 1 0 0 കോളത്തിലും, ദെൻ -1/2 ദെൻ √3/2 √3/2 -1/2. ഓക്കെ, നൗ ഐ ഹാവ് ടു ഡു ദിസ് ഓപ്പറേഷൻ ഫോർ ഓൾ അതർ കോമ്പിനേഷൻ. ദാറ്റ് മീൻസ് എനിക്കിത് എന്ത് ചെയ്യണം, ഐ ഹാവ് ടു ഡു വി ബി വി ഇൻവേഴ്സ്, ആൾസോ വി സി വി ഇൻവേഴ്സ്, വി ഡി വി ഇൻവേഴ്സ്, വി ഇ വി ഇൻവേഴ്സ് ആൻഡ് വി എഫ് വി ഇൻവേഴ്സ്. അപ്പോൾ എല്ലാ ഗ്രൂപ്പിലെ എല്ലാ എലമെൻറ്റ്സിനും ഈ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ഞാൻ അപ്ലൈ ചെയ്യണം. സോ എനിക്ക് ഓരോ തവണ ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാനതൊരു പൈത്തൺ കോഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാണ്. സോ ദിസ് ഈസ് മൈ പൈത്തൺ കോഡ്. സോ ഫസ്റ്റ് ഞാൻ നംപൈ ഇമ്പോർട്ട് ചെയ്തു. അത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി നംപൈ ആവശ്യമുണ്ട്. ദെൻ എൻ്റെ മെട്രിക്സ് എ ബി സി ഡി ഇ എഫ്സ് ഞാൻ ഡിഫൈൻ ഏതാണെന്നുള്ളത് കൊടുത്തു. ദെൻ വി ഇൻവേഴ്സ് കൊടുത്തു, അല്ല വി എന്നുള്ള ഗ്രൂപ്പ് മെട്രിക്സ്, വിൻ്റെ മെട്രിക്സ് ഞാൻ ഡിഫൈൻ ചെയ്തു. ദെൻ യു എന്നുള്ള എലമെൻറ്റിൽ നമ്മൾ കാണുന്നത് ഇൻവേഴ്സാണ്. ദെൻ ലാസ്റ്റ് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ വി എ വി ഇൻവേഴ്സ്, വി ബി വി ഇൻവേഴ്സ്, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. സോ എ മെട്രിക്സ് എ ഈസ് അറേ 0 1 0 1 0 0 0 0 1. അപ്പോൾ നമ്മൾ നേരെ ആ മെട്രിക്സ് എലമെൻറ്റ്സോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ബി സി ഡി ഇ എഫ്. ഇപ്പോൾ ഈ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് അറിയാം, എന്നാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. 1 0 0 0 1 0 0 0 1. സോ ദാറ്റ് ഈസ് യുവർ ഐഡൻറ്റിറ്റി മെട്രിക്സ് 1 0 0 0 1 0 0 0 1. ഇപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഇ. അതുപോലെ ഓരോ മെട്രിക്സും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഞാൻ ചെയ്തത് വി മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വി എന്ന് പറഞ്ഞാൽ 1/√3. ഇപ്പോൾ നിങ്ങൾക്കറിയാം വി മെട്രിക്സ് നമ്മൾ നേരത്തെ കണ്ടു. വി എന്ന് പറഞ്ഞാൽ 1/√3 1/√3 1/√3 ആണ് ആദ്യത്തെ റോ വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തപ്പോൾ 1/√3 1/√3 1/√3 ആദ്യത്തെ റോ, ദെൻ സെക്കൻഡ് റോ, തേർഡ് റോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു വി. ദെൻ ഇൻവേഴ്സ് ഓഫ് വി ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ലിനാൾജ് ഡോട്ട് ലീനിയർ ആൾജിബ്ര, ലിനാൾജ് ഡോട്ട് ഇൻവേഴ്സ് വി. സോ അത് ഞാൻ യു എന്നുള്ള ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്തു. സോ ദിസ് കമാൻഡ് നമ്മുടെ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഇനി നമുക്ക് ചെയ്യേണ്ടത് വളരെ ഈസിയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വി ഇൻറ്റു എ ഇൻറ്റു വി ഇൻവേഴ്സ് എന്ന് ചെയ്യണം. അതുപോലെ വി ഇൻറ്റു ബി ഇൻറ്റു വി ഇൻവേഴ്സ്, ബാക്കിയുള്ള സ്റ്റെപ്സാണ് ചെയ്യേണ്ടത്. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ചെയ്തത്. സോ പ്രിൻറ്റ് ഡോട്ട് വി എ. സോ ഇതിങ്ങനെ ചെയ്താലോ നമുക്ക് ആൻസർ കിട്ടുക വി ഇൻറ്റു എ ആയിരിക്കും ഇവിടെ കിട്ടുക. ഇൻറ്റു ഡോട്ട് യു ആകുമ്പോൾ നിങ്ങൾക്ക് ഇൻറ്റു യു. Now what is u? U is v inverse. So you will get v a v inverse.
പിന്നെ അതിന് ഞാൻ റൗണ്ട് 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന റിസൾട്ട് 2 ബിറ്റിലേക്ക് റൗണ്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ നിങ്ങൾ ആ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 1/2 വരുന്നുണ്ട്, അതുപോലെ √2 √3 ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ √3ൻ്റെ ഒക്കെ ആൻസർ വരുമ്പോൾ അത് കുറേ ബിറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 1.234 എന്നൊക്കെ ആണെങ്കിൽ 2 ബിറ്റിലേക്ക് റൗണ്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് 2 ബിറ്റ് കൂടി കിട്ടും. ഫസ്റ്റ് 2 ബിറ്റ് മാത്രം കൺസിഡർ ചെയ്യും. അതേസമയം നമ്മുടെ ഈ പിന്നെ അത് റൺ ചെയ്തിട്ട് വരുന്ന ആൻസർ ഞാൻ ഈ മൊബൈൽ സ്ക്രീനിൽ ചെയ്യുമ്പോൾ ഒരുപാട് വലിയ ബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കാണാൻ വലിയൊരു ഓക്വേർഡ് ലുക്ക് ആയിരിക്കും. അതുകൊണ്ട് സിമ്പിളായി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റൗണ്ട് 2 എന്ന് കൊടുത്തത്. ഈ റൗണ്ട് 2ൻ്റെ ആവശ്യമില്ല. ദെൻ അതുപോലെ നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്തത്, v/b.u. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നിങ്ങൾക്ക് VA V ഇൻവേഴ്സ് ആണെങ്കിൽ രണ്ടാമത്തെ ഈ കേസിൽ VB V ഇൻവേഴ്സ്, VC V ഇൻവേഴ്സ്, VD V ഇൻവേഴ്സ്, VE V ഇൻവേഴ്സ്, VF V ഇൻവേഴ്സ് അങ്ങനെ വരും. U എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഇൻവേഴ്സ് മെട്രിക്സ് പ്രിൻറ്റ് ചെയ്യാനാണ്. ദിസ് കമാൻഡിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇൻവേഴ്സ് പ്രിൻറ്റ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഓരോ കേസും ഓരോ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻസും ചെയ്ത കേസിലുള്ള ഔട്ട്പുട്ട്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ ഇതാണ് എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട്. സോ ഒന്നാമത്തെ കേസിൽ VA V ഇൻവേഴ്സ് 100, ദെൻ 100, -0.5, -0.87, 0.87, 0.5. ഈ 0.87 എന്നുള്ളത് √3 ആണ്. √3 = 0.866 സംതിങ് വരിക. സോ √3/2, √3 അല്ല √3/2 ആണ് പോയിൻ്റ് നമുക്ക് കിട്ടിയ 0.866. ഓക്കെ, സോ VA V ഇൻവേഴ്സ് ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട്, നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത റിസൾട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 100, 1 ദെൻ -1/2, √3/2, √3/2 -1/2. അപ്പോൾ അത് നമുക്ക് ഇവിടെ തന്നെയാണ് വന്നത് നോക്കാം. -1/2, -√3/2, -√3/2, 1/2. സോ ആക്ച്വലി ദിസ് റെപ്രസെൻറ്റ്സ് VA V ഇൻവേഴ്സ്. ഇനിയിപ്പോൾ ഇത് അടുത്തത് VB V ഇൻവേഴ്സ് വരും. ദിസ് ഈസ് VB V ഇൻവേഴ്സ്, ദിസ് ഈസ് VC V ഇൻവേഴ്സ്, ആൻഡ് ദിസ് ഈസ് VD V ഇൻവേഴ്സ്, ആൻഡ് ഇതാണ് VE. ദിസ് മെട്രിക്സ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് VE V ഇൻവേഴ്സ്. അത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും, ബിക്കോസ് നമ്മൾ VE V ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഐഡൻറ്റിറ്റി ആയതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെ ആയിരിക്കും വരും. അത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അതുപോലെ ഇത് VF V ഇൻവേഴ്സ് ആണ്. ഓക്കെ, നിങ്ങൾ ഈ എല്ലാ മെട്രിക്സിൻ്റെ റെപ്രസെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം പിന്നെ ഇവിടുന്ന് കാണാൻ പറ്റും. അതായത് ഈ ഗ്രൂപ്പിൻ്റെ ഈ മെട്രിക്സിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ എല്ലാ കേസിലും 1 ആണ്. ഇവിടെ 1 1 എല്ലാം 1. ആ 1 വരുന്ന റോയും കോളവും ബാക്കി സീറോസ് ആണ്. ദെൻ യു ഹാവ് എ 2/2 മെട്രിക്സ് ഹിയർ. ഇൻ ഓൾ കേസസ് നിങ്ങൾക്ക് ഈ മെട്രിക്സിനെ ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസേഴ്സ് ഒരു ബ്ലോക്ക് ഡയഗണൽ ഫോമിലാണ്. ഡയഗണലി നമുക്ക് ഓരോ ബ്ലോക്സ് വരുന്നുണ്ട്. ബ്ലോക്ക് ഡയഗണൽ ഫോം, ഓരോ ബ്ലോക്ക് ഓരോ ഡയഗണലായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇതിനെ തന്നെ നമുക്ക് ഈ 0.5 ഞാൻ പൈത്തണിൽ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾ ഒരു പേപ്പറിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട്സ് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന റിസൾട്ട്സ് ഇങ്ങനെയാണ്. ഫസ്റ്റ് നിങ്ങൾക്ക് 1 1 കിട്ടും. ദെൻ അനദർ റെപ്രസെൻറ്റേഷനിൽ 1 -1 ഉണ്ടാവും. ദെൻ ദിസ് 1 -1/2, √3/2, √3/2, 1/2. ദെൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എലമെൻറ്റ് കിട്ടും. സോ ഇതും മുമ്പത്തെ സ്ലൈഡും തമ്മിൽ ഇതെന്താ, ഇവിടെ എഴുതിയ 0.5 മുഴുവൻ ഞാൻ അവിടെ എഴുതിയപ്പോൾ 1/2 എന്ന് എഴുതി. 0.87 പകരം √3/2 എന്നും ചെയ്തു. ഇങ്ങനെയൊക്കെ നിങ്ങൾ പേപ്പറിൽ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, നൗ അഗെയിൻ ഫ്രം ഹിയർ യു ക്യാൻ സീ ദാറ്റ് ഫസ്റ്റ് you have a 1/1 representation and you have a 2/2 representation in all matrices. Okay, അപ്പോൾ നമ്മൾ റെപ്രസെൻറ്റേഷൻ ഇപ്പോൾ you have a 1/1 representation plus you have another representation which is 2/2. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്ത മെട്രിക്സ് ദാറ്റ് ഈസ് ദീസ് മെട്രിക്സസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇവിടെയുള്ള ഫസ്റ്റ് UA. സോ ദീസ് മെട്രിക്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് അങ്ങനെ റെപ്രസെൻറ്റേഷൻ അല്ല. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ 1/1 റെപ്രസെൻറ്റേഷനും ഇവിടെ ഒരു 2/2 റെപ്രസെൻറ്റേഷനായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല ഇതിനെ. ബട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കിട്ടിയ റെപ്രസെൻറ്റേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദിസ് ക്യാൻ ബി സെഡ് ടു ബി എ കോമ്പിനേഷൻ ഓഫ് എ 1/1 റെപ്രസെൻറ്റേഷൻ പ്ലസ് അനദർ റെപ്രസെൻറ്റേഷൻ. നൗ ദിസ് ഈസ് ആക്ച്വലി ജസ്റ്റ് സം അല്ല, ദിസ് വി കോൾ ഇറ്റ് ആസ് ഡയറക്റ്റ് സം. ജസ്റ്റ് സിമ്പിൾ സം അല്ല, ഡയറക്റ്റ് സം. സോ നമ്മുടെ മെട്രിക്സിനെ സം ബ്ലോക്ക് ഡയഗണൽ ഫോമായിട്ട് നമുക്ക് എഴുതാൻ പറ്റി.
ഇങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന മെട്രിക്സ് റെപ്രസെൻറ്റേഷനെ നമ്മൾ റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ. ഓക്കെ. നമ്മൾ ഇവിടുത്തെ കേസുകൾ ഇവിടെയുള്ള ഈ 2/2 റെപ്രസെൻറ്റേഷൻസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. അതായത് ഈ ദിസ് മെട്രിക്സ്, ഇവിടെ താഴെ വരുന്ന മെട്രിക്സ്, ഇവിടെ വരുന്ന ഓരോ നമുക്ക് താഴെ വരുന്ന 2/2 മെട്രിക്സ് മാത്രം കൺസിഡർ ചെയ്യുക. അങ്ങനെ നമ്മൾ പുതിയ റെപ്രസെൻറ്റേഷൻ കണ്ടു. E prime is equal to 1 0 0 1, A prime is equal to 1 0 0 minus 1. സോ നേരത്തെ ഇവിടെയുള്ള എയിലെ 1 0 0 minus 1 എന്ന 2/2 മെട്രിക്സ് മാത്രം എടുത്തിട്ട് ഞാൻ A prime ആക്കി. സോ and others also. Now let us consider this A prime and D prime. നമ്മൾ ആ A prime into D prime ഒന്ന് ചെയ്ത് നോക്കാം. So A prime into D prime will be equal to, so what is A? A is 1 0 0 minus 1. 1 0 0 minus 1 into D prime. D prime is equal to 1 minus 1 by 2 root 3 by 2 minus root 3 by 2 minus 1 by 2. So minus 1 by 2 root 3 by 2 minus root 3 by 2 minus 1 by 2 minus 1 by 2. ഇനി നിങ്ങൾ രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യാം. ആൻഡ് ഇഫ് യു മൾട്ടിപ്ലൈ ദിസ്, ഫസ്റ്റ് കേസിൽ 1 into minus 1 by 2, first 1 into minus 1 by 2 will be equal to minus 1 by 2. Then 1 into root 3 by 2 will be equal to root 3 by 2. 0, so root 3 by 2 അടുത്ത എലമെൻറ്റ്, നെക്സ്റ്റ് എലമെൻറ്റ് will be equal to 1 by 2. നോ ഇത് ഏതാണ് മെട്രിക്സ്? -1 -1 by 2 root 3 by 2. ഡീൻ്റെ നോക്ക് -1 A into D നമ്മൾ ചെയ്ത് -1 by 2 root 3 by 2 root 3 by 2 1 by 2 അല്ല കിട്ടിയത്. സോ ദിസ് ഈസ് ഈക്വൽ ടു B prime. സോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു A into D is equal to B എന്നാണ് നമുക്ക് ആ 3/3 മെട്രിക്സ് റെപ്രസെൻറ്റേഷനിൽ കിട്ടിയത്. നൗ 2/2 മെട്രിക്സ് റെപ്രസെൻറ്റേഷനും സെയിം റൂൾ ഫോളോ ചെയ്യുന്നുണ്ട്. A prime D prime is equal to B prime. നൗ നിങ്ങൾ ബാക്കിയുള്ള മൾട്ടിപ്ലിക്കേഷൻസ് കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് കിട്ടും? ദിസ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻസും സെയിം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഫോളോ ചെയ്യുന്നുണ്ട്. സെയിം എന്ന് പറയുമ്പോൾ നമ്മൾ ട്രയാങ്കിളിൻ്റെ സിമ്മട്രി ഓപ്പറേഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. സോ ട്രയാങ്കിളിൻ്റെ സിമ്മട്രി ഓപ്പറേഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 3 റെപ്രസെൻറ്റേഷൻസ് കിട്ടി. ഒന്ന് ട്രയാങ്കിളിൻ്റെ സിമ്മട്രി ഓപ്പറേഷൻ തന്നെ, രണ്ട് യു ഹാവ് എ 3/3 റെപ്രസെൻറ്റേഷൻ, then you have it now a 2/2 matrix representation. Now this 2/2 matrix representation is said to be irreducible representation. ഇതിനെ നിങ്ങൾക്ക് ഫർദർ റെഡ്യൂസ് ചെയ്തിട്ട് സം ബ്ലോക്ക് ഡയഗണൽ ഫോമിൽ എഴുതാൻ പറ്റില്ല. ആൻഡ് ദി 3/3 മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഈസ് സെഡ് ടു ബി റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ ബിക്കോസ് യൂസിങ് സിമിലാരിറ്റി യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ യു ക്യാൻ റെഡ്യൂസ് ഇറ്റ് ഇൻ ടു ഫർദർ എ ഡയറക്റ്റ് സം ഓഫ് സം irreducible representations, some other irreducible representationsൻ്റെ ഡയറക്റ്റ് സമ്മായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് ഇറെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഗ്രൂപ്പ്. നൗ പ്രീവിയസ്ലി നമ്മൾ കൺസിഡർ ചെയ്തത് റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ 3/3 മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, സോ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം ഇതിലെ പറഞ്ഞ കാര്യങ്ങൾ. എ റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് വൺ ദാറ്റ് ക്യാൻ ബി ബ്രോക്കൺ ഇൻ ടു എ ഡയറക്റ്റ് സം ഓഫ് റെപ്രസെൻറ്റേഷൻസ് ഓഫ് സ്മോളർ ഡയമെൻഷൻസ് by applying same unitary transformation to all members of the representation. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വി മെട്രിക്സ് എന്നുള്ളത് സെയിം എല്ലാ എലമെൻറ്റ്സിലും ഒരൊറ്റ സെയിം മെട്രിക്സ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. ആൻഡ് ഈച്ച് മെട്രിക്സ് ഓഫ് ദി റെപ്രസെൻറ്റേഷൻ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സെയിം ബ്ലോക്ക് ഡയഗണൽ ഫോം. എല്ലാം ഒരേ ബ്ലോക്ക് ഡയഗണൽ ഫോമിലാവണം. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ നമുക്ക് അപ്പർ മെട്രിക്സ് ഒരു 1/1 ബ്ലോക്കും ദെൻ താഴെ നമുക്കൊരു 2/2 ബ്ലോക്കാണ് ഉള്ളത്. എല്ലാം അതേ സെയിം ബ്ലോക്ക് ഡയഗണലിൽ തന്നെ വരണം. ഓക്കെ, so reducibility implies existence of a unitary transformation that brings all members of a representation to same block diagonal form. So reducible ആണെങ്കിൽ there will be some unitary transformation that will bring the system to a same block diagonal form. Then what is irreducible representation? So നമ്മൾ നേരത്തെ ഞാനിവിടെ പറഞ്ഞ ഈ ഡെഫിനിഷനിൽ ഞാൻ ജസ്റ്റ് ഒരു നോട്ട്, an irreducible representation can be defined as the one that cannot be broken down. But ഇവിടെ നോട്ടും ഇവിടെ ഇറെഡ്യൂസിബിൾ ആക്കിയാൽ നമുക്ക് ഈ ഡെഫിനേഷൻ കിട്ടും. An irreducible representation is defined as the one that cannot be broken into a direct sum of representation of smaller dimensions by application of same unitary transformation to all members of representation. Okay, now നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി കൺസിഡർ ചെയ്യാം. നമ്മൾ റൊട്ടേഷണൽ മെട്രിക്സ് കണ്ടിന്യൂസ് ഗ്രൂപ്പിൻ്റെ കേസിൽ R5 ഈസ് ഈക്വൽ ടു cos 5 sin 5 മൈനസ് sin 5
കോസ് പൈ. ഇതുവരെ നമ്മൾ ചെയ്തത് റെപ്രസെൻറ്റേഷൻ ഇറഡ്യൂസിബിൾ റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ നമ്മൾ ഡിസ്കണ്ടിന്യൂസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഗ്രൂപ്പിലാണ് കൺസിഡർ ചെയ്തത് ട്രയാങ്കിളുടെ കേസിൽ. ഇതൊരു കണ്ടിന്യൂസ് ഗ്രൂപ്പാണ്. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്ന യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ വി ഇൻറ്റു ആർ ഇൻറ്റു വി ഇൻവേഴ്സ് വെർ വി ഈസ് ദിസ് മെട്രിക്സ് 1/√2 - i/√2 1/√2 i/√2. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ വി ഇൻവേഴ്സ് കാണണം. then you have to evaluate the matrix V into R matrix R into V inverse. Now if you evaluate this matrix element, you will get VR V inverse is equal to cos phi plus I sin phi 0 sin phi plus I cos phi എന്ന് കിട്ടും. ഓക്കെ, now cos phi plus I sin phi നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, e raised to I phi 0 ഈ എലമെൻറ്റിന് നിങ്ങൾക്ക് e raised to minus I phi എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഈ കേസിൽ എങ്ങനെയാണ് നമ്മൾ ബ്ലോക്ക് ഡയഗണൽ ഫോം വന്നത്? അവർ ബ്ലോക്ക് ഡയഗണൽ ഫോം ഇവിടെ e raised to I phi എന്നുള്ളൊരു 1/1 റെപ്രസെൻറ്റേഷൻ, e raised to minus I phi എന്ന് പറയുന്ന അനദർ 1/1 റെപ്രസെൻറ്റേഷൻ. സോ കണ്ടിന്യൂസ് ഗ്രൂപ്പ് റൊട്ടേഷണൽ ഗ്രൂപ്പിൻ്റെ കേസിൽ എനിക്ക് ഈ 2/2 ഇവിടെ ഉള്ള ഈ 2/2 മെട്രിക്സിനെ രണ്ട് 1/1 മെട്രിക്സിൻ്റെ ഡയറക്റ്റ് സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. e raised to I phi യും e raised to minus I phi. ദാറ്റ് ഈസ് R prime is equal to u1 phi ഡയറക്റ്റ് സം u minus 1 phi, where u1 phi is equal to e raised to I phi. u minus 1 ആകുമ്പോൾ നമുക്കിവിടെ e raised to minus I phi ഉണ്ടാവും. ഓക്കെ, ഓർ സിംപ്ലി നമുക്കിതിനങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും u phi is equal to e raised to I n phi, where n is equal to plus or minus 1, n is equal to plus 1 or minus 1. സോ ഈ കേസിൽ റൊട്ടേഷണൽ മാട്രിക്സ് u phi നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. u phi ഈസ് ഈക്വൽ ടു e raised to I n phi. സോ ദിസ് റെപ്രസെൻറ്റേഷൻ നമ്മൾ ഇനി യൂസ് ചെയ്യും. സോ ഇത് നിങ്ങളെ മെമ്മറിയിൽ വേണം. നമുക്ക് റൊട്ടേഷണൽ മാട്രിക്സിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് മാട്രീസസ്. ഇത് നിങ്ങൾ സെക്ഷൻ 4.2 തൊട്ട് മുമ്പിൽ വരുന്ന ഒരു സെക്ഷൻ, അർഫ്കലിൻ്റെ സെക്ഷൻ, ആ പാട്ട് നിങ്ങളൊന്ന് റീഡ് ചെയ്യുക, അതിൻ്റെ കൂടെ വായിക്കൂടി ചെയ്താൽ ഇത് ക്ലിയർ ആയിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ ഹിയറിങ്.